ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സംഭവമാണ് റിമോട്ട്. എന്നാൽ കൂടുതൽ പരിക്ക് പറ്റുന്നതും ഇതിന് തന്നെയാണ്. കുട്ടികളുടെ വീടാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും അത് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊരു പഞ്ഞി വെച്ചിട്ട് നമുക്ക് ശരിയാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതുകൂടാതെ കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ബാഗ് ആയാലും ശരി, പേഴ്സാണെങ്കിലും ഇതുപോലെ നമ്മൾ സിബിൻ്റെ നമ്മൾ വലിക്കുന്ന ഒരു ഭാഗം നഷ്ടപ്പെട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലത്തെ ഒരു നമ്മൾ കേബിൾ ടൈ ഉണ്ടാവില്ലേ, അതൊന്ന് എടുത്തിട്ട് നമ്മൾ ആ സിബിൻ്റെ ആ ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ ഗ്യാപ്പിലൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണം അതിനനുസരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏതാനും അത് പിടിക്കാനുള്ളൊരു സ്പേസ് കിട്ടുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ട് ബാക്കിയുള്ളത് ഭാഗം കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും, നമുക്ക് സിബ് യൂസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഈ കേബിൾ ടാഗ് വെച്ചിട്ട് മറ്റൊരു യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോങ് ട്രാവലെല്ലാം പോകുന്ന സമയത്ത് നമ്മൾ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ ചില ഇതിനൊക്കെ നമുക്ക് ചാവിയും പൂട്ടെല്ലാം ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്ത സമയത്ത് ഇതുപോലത്തെ ഒരു ടാഗ് യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് സിബ് വഴി നമ്മൾ ഇതേപോലെ നമ്മൾ നേരത്തെ സിബിൻ്റെ അതിൽ ലോക്ക് ചെയ്ത പോലെ തന്നെ ഇത് രണ്ട് സിബിനെയും കൂടി ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ലോക്കായി നിൽക്കുമ്പോൾ സേഫ് ആയിരിക്കുകയും ചെയ്യും കേട്ടോ. പെട്ടെന്ന് ആർക്കും നമ്മുടെ സിബ് തുറന്നിട്ട് ഒന്നും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ലോങ് ട്രാവൽ പോകുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പീസ് എടുത്തിട്ട് നമ്മൾ ബാഗിൽ സേഫായിട്ട് വെക്കാം കേട്ടോ. യൂസ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യും. അതേപോലെ തന്നെ ഇനി തിരിച്ച് നമുക്ക് ഇതേപോലെ തന്നെ ടാഗ് യൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാൻ 2 ഹാങ്ങർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഹാങ്ങർ നമുക്ക് ഒരു ഹാങ്ങർ യൂസ് ചെയ്യുന്ന സ്പേസിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഹാങ്ങറുകൾ തുണി വെച്ചിട്ട് അലമാരയിൽ ഒതുക്കി വെക്കാനായിട്ട് പറ്റും. അതിനുള്ളൊരു നല്ലൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നമ്മളെ കേബിൾ ടാഗ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ലോക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു സ്പേസിൽ ഇത്രത്തോളം സ്പേസ് വിട്ടിട്ട് നമ്മളൊന്ന് ലോക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിത് ഒന്നിൽ കൂടുതൽ ഇതേപോലെ റിങ് പോലെ ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ ഞാനിതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഊരെടുക്കാനായിട്ട് പറ്റില്ല. ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊരു ചെയിന് പോലെയും സെറ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനിയൊരു ഹാങ്ങർ ഇതുപോലെ കൊളുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറഞ്ഞൊരു സ്ഥലത്ത് ഒരുപാട് തുണികൾ ഒതുക്കി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഹാങ്ങർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ 1, 2, 3 റബ്ബർ ബാൻഡ് ഇതുപോലെ ചുറ്റി കൊടുക്കുക ഒരു ഹാങ്ങറിൽ. എന്നിട്ട് നമ്മൾ അടുത്ത ഹാങ്ങർ ഈ റബ്ബർ ബാൻഡിൽ ഇതേപോലെ ഒന്ന് കൊളുത്തി കൊടുക്കുക കേട്ടോ. ഇതേപോലെ കൊളുത്തി കൊടുക്കുകയും ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ താഴത്ത് നമ്മൾ വെക്കുന്ന ഹാങ്ങറിലും ഇതേപോലെ റബ്ബർ ബാൻഡുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നിനൊന്ന് തൊട്ട് നമുക്ക് ഇതേപോലെ ഒരു ചെയിൻ പോലെ നമുക്കിത് ഹാങ്ങറുകൾ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഒരു റിമോട്ടിനെങ്കിലും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരുന്നിട്ടുണ്ടാവില്ല. കുട്ടികളുടെ വീടാണെന്ന് വെച്ചാൽ അവർ താഴത്ത് വെക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും റിമോട്ട് ഇതുപോലെ പൊട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടിയിട്ടുള്ള ഒരു റിമോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ബോർഡിനൊന്നും ഒരു കേടുപാടും സംഭവിക്കാതെ നമുക്ക് ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കണം. പൊട്ടലൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് പഞ്ഞിയാണ് കേട്ടോ ആവശ്യം വരുന്നത്. അത് നല്ല പ്യുവർ കോട്ടൻ്റെ പഞ്ഞിയാണ് എടുത്തിരിക്കുന്നത്. ഫൈബറിൻ്റെ പഞ്ഞി എടുക്കരുത്, കോട്ടൻ്റെ പഞ്ഞി തന്നെ എടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. പഞ്ഞിനെ യൂസ് ചെയ്തിട്ട് ചെയ്യാം നമുക്ക്. ഈ റിമോട്ടിനകത്തുള്ള ബോർഡുകളൊന്നും കേടുവരാതിരിക്കാനും എല്ലാം സേഫായിട്ടിരിക്കുന്നതിന് ഏറ്റവും നല്ലത് ഈ പഞ്ഞി തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ പഞ്ഞിയെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അതിൻ്റെ എല്ലാ ഭാഗത്തും അത് ടൈറ്റായി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഈ പഞ്ഞി ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിൽ ഒരുപാട് ഗ്യാപ്പുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ് ഈ പഞ്ഞി വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ പഞ്ഞി വെക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബോർഡ് ക്ലീൻ ചെയ്യാനോ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഓപ്പൺ ചെയ്തെടുക്കാനും ഈസി ആയിരിക്കും. ഞാൻ ഈ പഞ്ഞിയെല്ലാം ഇതിനകത്തേക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റിമോട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ സിഗ്നൽ കൊടുക്കുന്ന ലൈറ്റില്ലേ, അതിനെയും കൂടി സേഫായിട്ട് ഇരിക്കുന്ന രീതിയിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അപ്പോഴേ നമുക്ക് സിഗ്നൽ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ലൈറ്റ് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. റിമോട്ടിൻ്റെ ഉള്ളിലെല്ലാം പഞ്ഞി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പൊട്ടിപ്പോയിട്ടുള്ള ഈ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം.
റിമോട്ടിനെക്കാളും കൂടുതൽ പുറത്തേക്ക് നിൽക്കാത്ത രീതിയിൽ പഞ്ഞി നീറ്റായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഏതാനും ഈ റിമോട്ടിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് പഞ്ഞി ഒന്ന് നല്ലതുപോലെ അമർത്തി വെച്ച് കൊടുക്കാം. ഞാൻ ഏകദേശം റിമോട്ടിൻ്റെ ഷേപ്പിന് പഞ്ഞി വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളിൽ പഞ്ഞിയെല്ലാം വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇത് ഒന്ന് സ്ട്രോങ് ആക്കി കല്ല് മാതിരി ആക്കി എടുക്കുന്നതിന് അവിടെ നല്ലതുപോലെ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിതാ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഫ്ലസ് ക്യൂക്ക് എന്നുള്ള ഗ്ലൂ കേട്ടോ. അത് എന്നിട്ട് നമ്മൾ ഈ പഞ്ഞി വെച്ചിട്ടില്ലേ, ഈ പഞ്ഞിയിൽ കുറേശ്ശെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് നമ്മൾ അത്രയും ഡീപ്പായിട്ട് ഒറ്റിച്ച് കൊടുക്കുന്നില്ല. ഈ പുറമെ നിൽക്കുന്ന ഈ പഞ്ഞി ഒന്ന് സ്ട്രോങ് ആവുന്നതിന് വേണ്ടി മാത്രമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പുറത്ത് മാത്രമേ ഒറ്റിക്കുന്നുള്ളൂ. ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഒരുപാട് ഒറ്റിച്ച് കൊടുക്കുന്നില്ല. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് എപ്പോഴെങ്കിലും ഇത് റിമോട്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ അങ്ങനെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് ഒറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ സ്ട്രോങ് ആയിട്ട് ഉറച്ച് നിൽക്കും. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴെങ്കിലും ഇത് അഴിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് അഴിച്ചെടുക്കാനും വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. നമ്മളിതിനകത്ത് ഫൈബറിൻ്റെ പഞ്ഞിയാണ് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ നമ്മൾ ഈ ഒറ്റിച്ച് കൊടുക്കുന്ന ഈ ഗ്ലൂ തട്ടുമ്പോൾ തന്നെ അത് ഉരുകി പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ കോട്ടൻ്റെ പഞ്ഞി ആയതുകൊണ്ടാണ് കേട്ടോ ഉരുകാതെ അത് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വീണ സമയത്ത് സൈഡിലേക്ക് ഒരു ക്രാക്ക് പോലെ വന്നിട്ടുണ്ട് പൊട്ടിപ്പോയ ഭാഗത്തുനിന്ന്. അപ്പോൾ അതും കൂടി ഒന്ന് ആ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് കല്ല് മാതിരി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അത് ഇങ്ങനെ ഒരു ഷേപ്പില്ലാണ്ട് നിൽക്കുന്നത്, ഒരു പഞ്ഞി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇതില്ലാണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് ഉരച്ച് ഒപ്പാക്കി മിനുസാക്കി കൊടുക്കാം. നമ്മുടെ സാൻഡിൻ്റെ പേപ്പർ വെച്ചിട്ട് അതിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് മിനുസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിനകത്തുള്ള ആ ലൈറ്റിന് ഒരു കേടുപാടും സംഭവിക്കാത്ത രീതിയിലാണ് ഞാൻ ഗ്ലൂ ഒറ്റിച്ചതും. അതേപോലെ തന്നെ ഈ ഉരയ്ക്കുന്നതെല്ലാം ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ ഇത്തരം കാര്യങ്ങൾ ആരും കുട്ടികൾ ചെയ്യരുത്, വലിയ ആളുകൾ തന്നെയാണ് ചെയ്യേണ്ടത്. റിമോട്ട് നന്നായിട്ട് ഉരച്ച് മിനുസപ്പെടുത്തിയതിന് ശേഷം ഇനി നമുക്കൊരു ചെറിയൊരു സെല്ലോ ടാപ്പിൻ്റെ പീസ് എടുക്കണം കേട്ടോ. ചെറിയൊരു പീസ് മതി. ഇത് എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ റിമോട്ട് പഞ്ഞി വെച്ച ഭാഗം മാത്രം വൈറ്റ് കളറിൽ കാണുന്നുണ്ട്. നമുക്കതൊന്ന് റിമോട്ടിൻ്റെ അതേ കളർ വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്യണം. ആ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ സിഗ്നൽ പാസ് ചെയ്യുന്ന ലൈറ്റിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പഞ്ഞി വെക്കുന്ന സമയത്തും ഗ്ലൂ വെക്കുന്ന സമയത്തൊന്നും അതിലായിട്ടില്ല. അപ്പോൾ ഇനി ആ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ തട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പെയിൻറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് വൈറ്റ് കളറിൽ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. പെയിൻറ്റ് യൂസ് ചെയ്യണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ ബ്ലാക്ക് കളറിലുള്ള സ്പ്രേ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. സ്പ്രേ ചെയ്യുന്ന സമയത്താണ് എനിക്ക് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. നമ്മൾ ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ആ ബട്ടണിലെങ്ങാനും അത് വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് മാഞ്ഞു പോവില്ല എന്ന് വിചാരിച്ചിട്ട്, നമ്പറുകൾ മാഞ്ഞു പോവില്ല വെച്ചിട്ട് അതും കൂടി ഒന്ന് ഞാൻ ഇതേപോലെ ഒന്ന് ടാപ്പ് വെച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വൈറ്റ് വരുന്ന ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഫുള്ള് ബ്ലാക്ക് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ടാപ്പെല്ലാം അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആ ടേപ്പ് നമ്മൾ ഒട്ടിച്ചിട്ടില്ല അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഫുള്ളായിട്ട് ഏതാനും ബ്ലാക്ക് ആയിട്ടുണ്ട്. റിമോട്ടിൻ്റെ സിഗ്നലും ഡാമേജ് ഒന്നും സംഭവിക്കാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. പിന്നെ കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.